കാനഡയുടെ അടുത്ത ലിബറൽ പാർട്ടി നേതാവായും കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായും മാർക്ക് കാർണിയെ പ്രഖ്യാപിച്ചല്ലോ. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായി മാർക്ക് കാർണിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കാർണി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാനഡ ഒരിക്കലും ഒരു തരത്തിലും അമേരിക്കയുടെ ധിക്കാരത്തിന് വഴങ്ങില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ഒരിക്കലും അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു പ്രവിശ്യയായി ചേരില്ലെന്നും കാർണി വ്യക്തമാക്കി. അമേരിക്കക്കാർ ഞങ്ങളോട് ബഹുമാനം കാണിക്കുന്നതുവരെ സർക്കാർ താരിഫ് കുറയ്ക്കില്ല. ഈ പോരാട്ടത്തിൽ കനേഡിയൻ സർക്കാർ ദൃഢനിശ്ചയമുള്ളവരായിരിക്കും. ഞങ്ങൾ പഠിച്ച ഒരു പാഠമേയുള്ളൂ. നമുക്കൊരു അയൽരാജ്യമുണ്ടായിരുന്നു. ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന അയൽരാജ്യത്തെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ഗൗരവമുള്ളയാളാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം ദിവസങ്ങളായി അദ്ദേഹം ഈ വിഷയത്തെ ഗൗരവമായി എടുത്തിട്ടില്ലെന്ന സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് അതിനെക്കുറിച്ച് ഗൗരവമുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കാർണി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാനഡയ്ക്ക് 25% തീരുവ ചുമത്താൻ ട്രംപ് ഉത്തരവിട്ടിരുന്നല്ലോ. കനേഡിയൻ ഇന്ധനങ്ങൾക്ക് അദ്ദേഹം 10% നികുതിയും ചുമത്തി. അതുപോലെ അദ്ദേഹം മെക്സിക്കൻ സാധനങ്ങൾക്ക് 25% നികുതിയും ചുമത്തിയിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് കാനഡയും മെക്സിക്കോയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിയത്. അതിർത്തികളും അതിനപ്പുറത്തേക്ക് കാനഡയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ 51ാമത്തെ പ്രവിശ്യയാകാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്താൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കാനഡ മുമ്പും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയിലേക്കുള്ള എല്ലാ വൈദ്യുതി ഇന്ധന കയറ്റുമതിയും നിർത്തലാക്കുമെന്ന് കാനഡ പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ട്. എല്ലാ വർഷവും കാനഡ അമേരിക്കയ്ക്ക് ഗണ്യമായ അളവിൽ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും വൈദ്യുതി എന്നിവ നൽകുന്നുണ്ടായിരുന്നു. 2024 കാനഡ പ്രതിദിനം ഏകദേശം 2.76 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് US അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 60%-ഓളം വരും. അത്രമാത്രം അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നു. 2024 കാനഡ പ്രതിദിനം ഏകദേശം 7.1 ബില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകമാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് US പ്രകൃതിവാതക ഇറക്കുമതിയുടെ ഗണ്യമായ തുകയാണ്. 2022 കാനഡ ഏകദേശം 53 ടെറാവാട്ട് വൈദ്യുതി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. കണക്കനുസരിച്ച് വൈദ്യുതി മുതൽ അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം വരെയുള്ള എല്ലാറ്റിനും അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 പ്രധാന രാജ്യങ്ങളെയോ മറ്റ് രാജ്യങ്ങളുടെ ഭാഗങ്ങളെയോ തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുകയാണ്. ഇതിനായി സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പനാമ കനാലും ഗ്രീൻലാൻഡും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. കാനഡ അമേരിക്കയുമായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ ഉടൻ തന്നെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്നും പനാമ കനാലും ഗ്രീൻലാൻഡും അമേരിക്കയോടൊപ്പം തുടരേണ്ട പ്രദേശങ്ങളാണെന്നും അല്ലെങ്കിൽ ഞാൻ അതിനായി സൈന്യത്തെ അയക്കുമെന്നും ആവശ്യമെങ്കിൽ മുഴുവൻ സൈന്യത്തെയും അയക്കുമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ കാനഡയ്ക്ക് അമേരിക്കയുടെ ഭാഗമാകാൻ താൽപ്പര്യമില്ല. അമേരിക്കയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. മെക്സിക്കോയും അമേരിക്കയുടെ ഭാഗമായിരിക്കണമെന്നും ഇത് ചെസ് കളി പോലെയാണെന്നും സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾ ഞാൻ അവരുടെ മേൽ ചെലുത്തുമെന്നും അവ അമേരിക്കയുടെ പുതിയ പ്രവിശ്യകളായി മാറണമെന്നും ട്രംപ് പറയുന്നു.